ഹലോ, ഗുഡ് മോർണിംഗ് സാർ. വെൽക്കം ടു ഇന്ത്യൻ റെയിൽവേ. ഹലോ ഹലോ സാറേ. ഹലോ ഹലോ. ഹലോ, ഇത് റെയിൽവേയുടെ ഇവിടുത്തെ ഓഫീസല്ലേ? റെയിൽവേ ഓഫീസാണ്. സാറേ, ഞാന് ഒരു വലിയ ധർമ്മസങ്കടത്തിലാണ് സാറേ. അപ്പൊ ഞാൻ വിളിച്ചത് സാറിന്റെ ഒരു വലിയ സഹായം എനിക്ക് വേണം. പറഞ്ഞോളൂ സാർ, പറഞ്ഞോളൂ. എന്താണ് സാറേ? എനിക്ക് 2 ആൺപിള്ളേരാണ്. അതില് മൂത്തോന്റെ കല്യാണം ഈ വരുന്ന ഡിസംബർ 14 തീയതിയാണ്. അപ്പോൾ ഞാൻ ഈ ചെറുക്കനാണെങ്കിൽ ഈ പെണ്ണ് ഇവര് പ്രേമിച്ചതാണ്. സംഭവം ഈ നെറ്റിൽ അങ്ങനത്തെ ഉള്ള ഒരു ബുക്കില്ലേ, അപ്പം കമ്പ്യൂട്ടറിലുള്ള ഒരു ബുക്ക് വഴിയൊക്കെ അവര് പ്രേമിച്ചിട്ടുണ്ട്. നമ്മള് പിന്നെ ആരെയും ആഗ്രഹങ്ങൾക്കൊന്നും തടസ്സം നിൽക്കാത്തതിന്റെ പേരിലാണ് ഇപ്പൊ ഈ പറഞ്ഞാണ് കല്യാണം നമ്മള് ഡിസംബറിൽ നടത്താന്ന് വിചാരിച്ചു. അപ്പൊ ഈ പറയുന്ന ഹലോ സാറ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന പെങ്കൊച്ചിന്റെ സ്ഥലം എന്ന് പറയുന്നത് അങ്ങ് കാസർഗോഡാണ്. അപ്പൊ ഞാൻ ഒരുപാട് വണ്ടിക്കാരുടെ ഈ ബസിന്റെ ഓണറുടെ ഒക്കെ ഞാനിത് അന്വേഷിച്ചു. അപ്പൊ ഒരുപാട് ചെലവ്, എത്ര ചെലവെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെലവാകുന്നു. കാരണം ഇപ്പം ഇനി കല്യാണം, അതുപോലെ മറുവീട്, അതുപോലെ അവരുടെ കാര്യങ്ങളും ചടങ്ങുകളും എല്ലാം കൂടെ ആകുമ്പോ ഒരുപാട് പൈസ. അപ്പൊ ഞാൻ ആലോചിച്ച് ട്രെയിനിലാകുമ്പോ ഒരു വലിയ പ്രശ്നം വരത്തില്ലല്ലോ എന്ന് വിചാരിച്ചപ്പോ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അവിടെ നമ്മളൊരു സുരേ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരുണ്ട്. എന്റെ പേര് ബാലൻ, ഞാൻ കടയ്ക്കുള്ള. അപ്പം ഈ സുരേ എന്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ റെയിൽവേയിൽ വിളിച്ച് ചോദിച്ചാൽ മതി, അപ്പൊ അവര് അതെനിക്ക് അതിന് വേണ്ട രീതിയിലെ കാര്യങ്ങൾ ഏർപ്പാടാക്കി തരുമോ? തീർച്ചയായും. ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണോ വിളിച്ചത്? അത് ഞാനിപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചപ്പോ നമ്മളിപ്പോ ഈ സർക്കാർ പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ ഈ അത് മറ്റേ അത് കൊറോണ മറ്റേ അതില്ലേ ഇപ്പൊ എന്തൊരു അസുഖമൊക്കെ വന്ന് മുഖത്തൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് കിടക്കണം. അപ്പൊ കോവിഡ്. അപ്പൊ കോവിഡിയൊക്കെ വന്ന് ഇങ്ങനെ അസുഖങ്ങളൊക്കെ ആയിട്ട് നിൽക്കണോണ്ട് ഇപ്പം 20 പേരെ കൂടുതൽ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന്. ഇപ്പൊ ഞാനും എന്റെ പെണ്ണും അവര് 2 പിള്ളേരും കൂടെ ആകുമ്പോൾ തന്നെ അയൽലോകത്തുള്ളവരും ആകുമ്പോൾ തന്നെ 18 പേരെ ആവും. പിന്നെ ചെറുക്കനെയും പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റൂലല്ലേ. അപ്പൊ അങ്ങനെ 20 പേര് നമ്മൾ പോകുമ്പം വണ്ടിയിൽ പോകുമ്പം ഭയങ്കര പൈസ. അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാല് സാറ് കേൾക്കുന്നുണ്ടോ? സാറ് ഹലോ കേൾക്കുന്നുണ്ട്. ഒന്ന് പറഞ്ഞോളൂ. അപ്പോ സാറ് ഈ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഉടനെ ഒരുപാട് ചെലവുകളാണ്. പിന്നെ മറുവീട്, അടുക്കള കാണല്, പിന്നെ അവരുടെ വീട്ടിന്റെ അപ്പുറത്ത് അവരുടെ വീടുകളിൽ പോയി കാണരുത്, പിന്നെ അതുപോലെ ഈ വിരുന്ന്, അങ്ങോട്ട് കൊണ്ട് കൊടുപ്പ്, ഇങ്ങോട്ട് കൊണ്ട് കൊടുപ്പ്. അപ്പൊ അങ്ങനെ ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ യാത്രകളാണ് അങ്ങോട്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് നമ്മള് ഇനിയിപ്പോ അത് കഴിഞ്ഞ് തന്നെ ഇപ്പൊ ഈ ഒരു കൊല്ലത്തിനകത്ത് അവരൊക്കെ എന്തെങ്കിലും ഒരു ദൈവം ഇനി കനിഞ്ഞു കൊടുത്ത് അറിഞ്ഞു കൊടുക്കണമെങ്കിൽ, ഇനിയിപ്പം പെണ്ണ് പ്രഗ്നന്റ് ഗർഭിണിയായിട്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിന് ഇപ്പൊ വയറ്റുപൊങ്കാല അറിയിപ്പ്, 3-ാം മാസം അറിയിപ്പ്, പിന്നെ നാട്ടുകാരെ കൊള്ളണമെന്ന് അറിയിപ്പ്, അങ്ങനെ ഒരുപാട് അറിയിപ്പും കാര്യങ്ങളും ഒക്കെ വരും. അപ്പൊ അതിനിപ്പം ഭയങ്കര യാത്രാ ചെലവാണ്. അപ്പൊ ഞാൻ ഇപ്പം കാൽക്കുലേറ്റ് ചെയ്ത് കണക്ക് കൂട്ടിയപ്പോ അപ്പൊ ഞാൻ വിചാരിക്കുന്ന വെച്ചാൽ നിങ്ങളിപ്പോ ട്രെയിനിലാകുമ്പം നമ്മുടെ കാര്യങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോയിട്ട് ഒരുമിച്ച് തന്നെ തിരിച്ചു വരാൻ പറ്റും. അപ്പൊ അതിന്റെ കാര്യങ്ങളാണ്. ഇപ്പൊ ഞാൻ ഈ നേരത്തെ പറഞ്ഞ കോവിഡിയൊക്കെ ആയിട്ട് ഇപ്പം ട്രെയിനൊന്നും ഓടാതെ കിടക്കുകയല്ലേ. നമുക്കുള്ളൂ. എങ്ങനെ സാറേ? കേട്ടില്ല. പരിമിതമായ സർവീസുകളെ ഇപ്പോ ഇത് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് തിരുവനന്തപുരത്ത് എന്റെ ഇളയ അടിയന്റെ മോള ഒരു നൂലുകെട്ടിന് ഞാൻ അവിടെ വന്നിരുന്നു. അപ്പൊ അവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ ട്രെയിനിലാണ് അവിടെ വന്നത്. അവിടെ ഒരുപാട് ട്രെയിൻ ഇങ്ങനെ ഓടാതെ കിടന്ന് തുരുമ്പെടുത്ത് പോണു. ഞാൻ പറയുന്ന ഒരു വെണ്ണം പഴയ വിലയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് തരാമോ? എന്താണ് സാർ? ക്ലിയർ ആയില്ല. നിങ്ങൾ അവിടെ കിടക്കുന്ന ഏതെങ്കിലും ഒരു ട്രെയിൻ, അതായത് തീവണ്ടി ഒരെണ്ണം പഴയ വിലയ്ക്ക്, അത് ജനശതാബ്ദിയാ അല്ലെങ്കിൽ കണ്ണൂർ ഡീലക്സാ അല്ലെങ്കിൽ ബാംഗ്ലൂർ നോർത്താ, ഏതെങ്കിലും ഒരെണ്ണം പഴയ വിലയ്ക്ക് നിങ്ങൾക്ക് എനിക്ക് തരാമോ എന്നും. അതവിടെ കിടന്ന് തുരുമ്പെടുക്കൂല. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് സ്വന്തമായിട്ടുള്ളപ്പോ ഇനിയിപ്പോ എന്ന് വേണോ ഇനി അങ്ങോട്ട് ഒരു വർഷാവർഷം യാത്രകളായിരിക്കും. അപ്പൊ ഇതിൽ നമുക്ക് പോവാം, നമുക്ക് തിരിച്ചു വരാം. ഹലോ സാറേ, ഒരെണ്ണം പഴയ വിലയ്ക്ക് തരാൻ പറ്റുമോ? എനിക്കിപ്പം തണുക്കണ മെഷീനുള്ളതൊന്നും വേണ്ട, അല്ലാത്ത ലൈറ്റൊന്നും എല്ലായിടത്തും ലൈറ്റൊന്നും വേണ്ട. തൽക്കാലത്ത് അത്യാവശ്യം 10-60 പേരൊക്കെ ഇരുന്ന് പോകാൻ പറ്റുന്ന രീതിക്ക് ഒരെണ്ണം പഴയത് കിടപ്പുണ്ടോ? നിങ്ങൾ മൊത്തം അതിന്റെ ഓരോ കൂടാരം കണക്ക് എന്റെ ബോഹികൾ മൊത്തം എനിക്ക് വേണ്ട, ഒരു 10 എണ്ണം മതി. പഴയ വിലയ്ക്ക് ഒരെണ്ണം കാണോ? പറഞ്ഞ ഒന്ന് വിളിച്ച് അന്വേഷിക്കേ. നിങ്ങൾ ഒരു അർത്ഥമില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത്. സാറിന് എത്ര വയസ്സായിപ്പോ? എനിക്ക് ഞാനല്ല ഓട്ടിക്കാൻ പിള്ളേരാരെങ്കിലും വെക്കാം, അതല്ല ഇപ്പൊ എനിക്ക് ഓട്ടിക്കാനല്ല കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും നാളായിട്ട് സാർ ചോദിച്ച ക്വസ്റ്റ്യൻ പോലും ഇത്
എന്താണ് ഇന്ത്യൻ റെയിൽവേയിലാണ് ഇത് വിളിച്ച് ചോദിക്കുന്നത്? അത് എന്താണ് ഇതിന് ഉത്തരം പറയാൻ എന്റെ ഇല്ല സാർ. ഇപ്പൊ ടിക്കറ്റ് അല്ല, വല്ലതും ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പൊ നിങ്ങളെ ഈ ട്രെയിൻ എന്ന് പറയുന്ന നിങ്ങൾ ഈ പറഞ്ഞ അവരെ കൊള്ളയല്ലേ? ഇന്ത്യൻ റെയിൽവേയാണ് സാർ. അപ്പൊ ഞാനിത് നിങ്ങളുടെ ചോദിക്കാത്ത കടക ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വിളിച്ച് ചോദിച്ചാൽ മതിയാ? നമ്മളിപ്പോ അല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ, നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഒരു ആവശ്യം നിങ്ങളെടുക്ക അവതരിപ്പിക്കുമ്പോൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് തട്ടുമുട്ട് പറയും. ഈ കടലുണ്ടിയിലും അതുപോലെ ഹൈദരാബാദിലും അവിടെ ഇവിടെയൊക്കെ ഈ കൊണ്ടുപോയി കുത്തി മറിച്ചിടാൻ തേങ്ങ വെട്ടിയിടും പോലെ കൊണ്ടിടുന്നതിന് ഒരു കുഴപ്പമില്ല. നമ്മള് സൂക്ഷിക്കാനാണ്. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഞാൻ പറയാം. ഞാനിപ്പോ എന്റെ മോന്റെ കല്യാണത്തിന് പോവാനും അവന്റെ നൂലുകെട്ട് അവന്റെ കൊച്ചിന്റെ നൂലുകെട്ട് അവരുടെ കാര്യങ്ങൾ അങ്ങനെയാണ് കുറച്ചൊരു കാര്യങ്ങൾ നമ്മൾ പോവാൻ വേണ്ടി വാങ്ങിക്കുമ്പോൾ അങ്ങനെ പോകുമ്പോൾ ഒരു കാരണവശാലും ഞാനിപ്പം ഇവിടെ കൊല്ലത്ത് നിന്ന് ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പം കാസർഗോഡ് അവന്റെ വീടിന്റെ അടുക്കള വരെ പോലും പാളം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നിർത്തിയാലും ഒരു കാരണവശാലും ഇപ്പൊ ആലുവയെന്നൊരുത്തനും കയറ്റൂല. ഇവിടെ ആറ്റും കൊല്ലത്തുനിന്ന് വേറൊരുത്തനും കയറ്റും. നമ്മളെ കൂടെ വരുന്ന ആളുകൾ നമ്മൾ കൊണ്ടുപോകണ 20 പേര്. അല്ലാതെ നിങ്ങൾക്കോ നിങ്ങളുടെ സർവീസ് മറ്റുള്ള ഇതിന് വേണ്ടിട്ടോ യാതൊരുവിധ ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പ് തരാം. സാർ ഒരു മിനിറ്റ്, അവിടെ മറ്റാരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ഞാൻ എന്റെ കാര്യം ഞാൻ തന്നെയാണ് സംസാരിക്കുന്നത്. അപ്പൊ എനിക്ക് മറ്റൊരാളെ വിളിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് കാര്യമായിട്ട് അവിടെ കിടന്ന് തുരുമ്പെടുത്ത് പോണ കണ്ടെന്ന് സങ്കടം കൊണ്ടാണ്. ഞാനും ഒരു എന്താ പറയാ ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു പൗരനാണ്. അപ്പൊ അതിന്റെ ചോദിക്കുന്നത് എന്താണെന്ന് സാറിന് എന്തെങ്കിലും ഒരു പിടിയുണ്ടായിട്ടാണോ ചോദിക്കുന്നത്? എനിക്ക് വ്യക്തമായി ഞാൻ ചോദിച്ചു. ഞാനൊരു സാധനം അവിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചു, ഒരു ട്രെയിൻ എനിക്ക് തരുമോ, എന്റെ സ്വന്തമായിട്ട് തരുമോ? എന്റെ മോന്റെ പെണ്ണ് കെട്ടാൻ പോകുന്നത് കാസർഗോഡ് നിന്നാണ്. അവര് സ്നേഹിച്ച് കെട്ടി ഒരു ബുക്കിലൂടെയാണ് അവര് സ്നേഹിച്ചത്. ഒരു കമ്പ്യൂട്ടറിലുള്ള ഒരു ബുക്കിലൂടെ അവർ സ്നേഹിച്ച് അവര് കല്യാണം കഴിച്ചാൽ ഞാൻ അവരെ കാര്യം സ്വന്തമായിട്ട് തന്നുവിടാൻ ടാക്സി 2000 രൂപ പിടിക്കുന്ന ടാക്സി ഒന്നുമില്ല. സ്വന്തമായിട്ട് തന്നുവിടാം. ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ പറയും, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തരാം. അല്ലാതെ ഇത് ഒരു അർത്ഥമില്ലാത്ത ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ടൊരു കാര്യമില്ല. നിങ്ങൾ സാർ ചൂടാവരുത്. പഴയ വിലയ്ക്ക് ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാം. സാർ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ സംസാരിക്കാൻ? ഇത് നമുക്ക് സമയപരിമിതി ഉണ്ട്, അതിനനുസരിച്ച് സംസാരിക്കണം, അതാണ് പറയുന്നത്. ഞാനൊരു കാര്യം ഞാൻ എന്റെ വൈഫിന്റെ കൊടുക്കാം. അല്ല, ഞാൻ അവരോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു വേറെ ആരെങ്കിലും കൊടുക്കാൻ. നീ ഒന്ന് സംസാരിച്ചാനും. നീ സംസാരിച്ചു. നീ ആകുമ്പം ഇതിന് ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ അടിച്ചിരിക്കുകയാണ്. ഹലോ. ഹലോ മാഡം, എന്താണ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണോ? പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇതേപോലെ, സാർ പറഞ്ഞായിരുന്നു ഇതേപോലെ എന്തോ മോന്റെ കല്യാണമൊക്കെ ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലത്ത് പോകണമെന്ന്. അപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയാണോ വിളിച്ചത്? അയ്യോ, അത് എന്താന്ന് വെച്ചാല് നമ്മളെ ശരിക്കും പറഞ്ഞ നമ്മുടെ മോന്റെ കല്യാണം ഈ വരുന്ന ഡിസംബർ 14-ാം തീയതി കാസർഗോഡ് വെച്ചിട്ടാണ്. ഓക്കെ മാഡം, ഓക്കെ. അപ്പൊ ഞാനും എന്റെ ഹസ്ബൻഡുമായിട്ടൊരു ആലോചിച്ചപ്പോ ഉണ്ടാക്കിയ ഒരു തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇവിടെ കൊണ്ടുപോവേണല്ലോ. എക്സാമ്പിൾ അയാൾ കേൾക്കുന്നുണ്ടോ പറയുന്നേ? കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഇവിടെ എല്ലാവരും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുമ്പോൾ നമ്മളിപ്പോ ഒരാൾക്ക് ടിക്കറ്റ് എടുക്കുമ്പോൾ അങ്ങോട്ടും എടുക്കണം ഇങ്ങോട്ടും എടുക്കണം. പിന്നെ സ്വന്തമായിട്ട് നമ്മൾ ആലോചിച്ചു ഒരു ട്രാവൽസ് ബസ് വാങ്ങാൻ ആലോചിച്ചു. അപ്പോഴും പിന്നെ അതിന് ഭയങ്കര ഒരു ചിലമായിട്ട് കരുതി. കാരണം വീണ്ടും അത് പിന്നെ 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 ഒരുപാട് യാത്രകൾ നമുക്ക് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കുള്ള ടിക്കറ്റുകൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടിരുന്നാൽ മതി. അപ്പൊ ഒരു ഇൻകൺവീനിയൻസ് ഇല്ലാതെ നമുക്ക് പോകാനും വരാനും കഴിയും. അയ്യോ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. എനിക്ക് സ്വന്തമായിട്ട് വേണം ഒരെണ്ണം. എന്താണ്? നമുക്ക് ഒരെണ്ണം പഴയ വിലയ്ക്ക് ഒരെണ്ണം. പഴയ വിലയ്ക്കല്ല, ഇത്തിരി വൃത്തിയുള്ള ഏട്ടൻ പറഞ്ഞു ഹസ് പറഞ്ഞു കണക്കാക്കണ്ട. ഇച്ചിരി വൃത്തിയുള്ള ഒരെണ്ണം അവിടെ കിടക്കുന്നില്ല, തമ്പാനൂർ കിടക്കുന്നില്ല. ഏതെങ്കിലും ഒരെണ്ണം കിട്ടാൻ ചാൻസ് ഉണ്ടോ? കൊടുക്കാം. ഇയാളൊന്ന് നോക്ക്. ഇയാൾക്ക് എന്തെന്ന് വെച്ചാൽ തരാം. ഞാൻ വിളിച്ചോളാം ഇയാള്. ഹലോ, ഞാൻ ഇയാളെ വിളിച്ചോളാം. ഇയാൾക്ക് എന്തെന്ന് വെച്ചാൽ തരാം. ഒന്ന് സംസാരിച്ചിട്ട് ചെയ്യാം. കാരണം ഇനിയിപ്പോ ദിവസങ്ങളില്ല. ഇന്നിപ്പോ ഒക്ടോബറിന് ഇത്ര ആയെന്ന് അറിയാവോ? ഒക്ടോബറിലെ ഇപ്പൊ നവംബറാണ് മാഡം. അത് പറഞ്ഞു ഞാൻ. എനിക്ക് ടൈമില്ല. അപ്പൊ ഇയാള് എനിക്ക് എന്തെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ വിളിക്കാം ഇയാളെ രാത്രി. ഇയാളത്ത് എന്തെന്ന് വെച്ചാൽ ഇത് ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ ഒരു ട്രെയിൻ? മാഡം ഇത് വേറെ എവിടെയെങ്കിലും വിളിച്ച് ചോദിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പൊ എന്താണ് അവര് അതിനുള്ള ഉത്തരം തരാം. തൽക്കാലം എനിക്ക് സമയപരിമിതി ഉണ്ട്, അതുകൊണ്ട് ഞാൻ സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് കട്ട് ചെയ്യുവാണ്. അല്ല, എനിക്ക് മനസ്സിലാവും. ഇയാൾ പറഞ്ഞു ഇപ്പം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാവും. ഇന്ത്യൻ ടാക്സ് ആരാ വിളിച്ചാലും നമ്മൾ ആരെ വിളിച്ചു കഴിഞ്ഞാലും ശരിയല്ല, നമുക്ക് ഇതൊരെണ്ണം കിട്ടണം. അതിനിപ്പം ഇയാളെ എങ്ങനെ കാണണം? എന്നെ കാണേണ്ട ആവശ്യമില്ല മാഡം. അത് ഇന്ത്യൻ റെയിൽവേയിൽ ഇനി ഡയറക്റ്റ് ഞാൻ ഇവിടെ കസ്റ്റമർ സർവീസിൽ ഇരിക്കുന്നതാണ്, ലോഞ്ചിൽ ഇരിക്കുന്നതാണ്.
അപ്പോ സംശയങ്ങൾ ഇത് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പോ നിങ്ങൾ ചോദിക്കുന്ന സംശയത്തിന് എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം തരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എടി അവൻ അറിഞ്ഞൂടെങ്കിൽ എനിക്ക് പോകാൻ പറയാം. അറിയാന്നുള്ള ആരെയും നമ്പർ ഉണ്ടെങ്കിൽ തരാൻ പറയാം. ഓക്കെ മാഡം, അത് വേറെ ആരെടുത്തെങ്കിലും ഒന്ന് വിളിച്ചന്വേഷിച്ചാൽ മതി. അപ്പൊ നിങ്ങള് അല്ല ഞാൻ പറഞ്ഞ നിങ്ങൾ സംസാരിക്കണ്ട, എനിക്കറിയാം മുകളിലുള്ള ആളുടെ വിളിക്കാൻ. ഓക്കെ. അവിടെ ദൂരപ്പെടുത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ശരിയെന്നാ. ഓക്കെ.